ദേശീയ തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടക്കുന്ന പരീക്ഷകളെല്ലാം പങ്കെടുക്കുന്നവർക്ക് പരീക്ഷണമായി മാറുന്ന സ്ഥിതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം പാളുകയും വിദ്യാഭ്യാസ മാഫിയകൾക്ക് കയറിനിറങ്ങാൻ അവസരമൊരുങ്ങുകയും ചെയ്തതിന്റെ ദുരന്ത ഫലങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ NEET UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാക്കിയതായിരുന്നു ഈ വർഷത്തെ ആദ്യ വിവാദം. പിന്നാലെ CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം മൂല്യനിർണ്ണയവും ഉത്തരക്കടലാസ് പുനഃപരിശോധനയും വിവാദത്തിലായി. ഇതിനുശേഷമാണ് ബിരുദ പ്രവേശനത്തിനുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലും വൻ അനാസ്ഥയുണ്ടായിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ CBSE AICTE ഉൾപ്പെടെ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകൾ ഒരുമിപ്പിച്ച് മികച്ച രീതിയിൽ നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച NDA തുടക്കം മുതൽ ക്രമക്കേടുകളുടെയും അനാസ്ഥയുടെയും വിളനിലമായിരുന്നു. വളരെയധികം ഉത്തരവാദിത്തത്തോടെ നടത്തേണ്ട പരീക്ഷകളെല്ലാം എന്തെങ്കിലും കാരണത്താൽ വിവാദത്തിലായി. NEET UG, JEE Main, CUET, UGC NET എന്നിവയ്ക്ക് പുറമെ വിവിധ സർവകലാശാല പ്രവേശന പരീക്ഷകളാണ് NDA നടത്തി വന്നിരുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല പ്രവേശന പരീക്ഷയിൽ ഉണ്ടായ വീഴ്ചയായിരുന്നു ആദ്യത്തെ. പിന്നീട് വിവിധ പരീക്ഷകളിലായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പന്താടിക്കൊണ്ട് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പുറത്തു വന്നു. ഇതിനിടെ കുറഞ്ഞത് 15ഓളം വൻ ക്രമക്കേടുകളാണ് വെളിപ്പെട്ടത്. അനാസ്ഥയും നടത്തിപ്പിലെ പോരായ്മകളും മൂലം പരീക്ഷകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളും ഉണ്ടായി. 2024 വൻ ക്രമക്കേടുകളും വിദ്യാഭ്യാസ കച്ചവട മാഫിയയുടെ ഇടപെടൽ മൂലം ചോദ്യപേപ്പർ ചോർച്ചയും എല്ലാം ഉണ്ടായെങ്കിലും കർശനമായ നടപടികൾ എടുക്കുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സന്നദ്ധമായില്ല. അതുകൊണ്ടാണ് ഇത്തവണയും NEET പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന വിഷയം പരിഗണിക്കവേ NDA ഒരു പാഠവും പഠിച്ചില്ലെന്ന് സുപ്രീം കോടതിക്ക് പോലും വിലപിക്കേണ്ടി വന്നത്. NEET ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെയാണ് 12ാം ക്ലാസ് പരീക്ഷകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി ഈ വർഷം CBSE കേന്ദ്ര ബോർഡ് അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM സിസ്റ്റത്തിൽ സുരക്ഷാ വീഴ്ച ആരോപണങ്ങൾ ഉയർന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വീഴ്ചയുടെ ഇരകളായത്. പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിന് അപേക്ഷിക്കുന്നതിനും അവസരം നൽകിയെങ്കിലും അത് പൂർണ്ണമായും താളം തെറ്റി. വായിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലും മറ്റുള്ളവരുടെയും ഉത്തരക്കടലാസുകൾ നൽകിയും വിദ്യാർത്ഥികളെ വട്ടം കറക്കുന്ന സ്ഥിതിയുണ്ടായി. പലതവണ തീയതികൾ നീട്ടി നൽകിയെങ്കിലും പൂർണ്ണമായും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ഇങ്ങനെ തെറ്റുകളും ക്രമക്കേടുകളും ആവർത്തിക്കുന്നതിനിടെയാണ് ബിരുദ പ്രവേശനത്തിനുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് തുടങ്ങാൻ സാങ്കേതിക തകരാറിനെ തുടർന്ന് മണിക്കൂറുകൾ വൈകിയ സ്ഥിതിയുണ്ടായത്. യഥാസമയം പരീക്ഷ നടക്കാതിരിക്കുകയും അറിയിപ്പുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി 3700-ലധികം വിദ്യാർത്ഥികൾക്കാണ് അവസരം നഷ്ടമായത്. ഇവർക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് സംഭവിച്ച വീഴ്ചകളുടെ പരിഹാരക്രിയയാകുന്നില്ല. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന നടപടിയാണ് NDAയുടെയും മറ്റു പരീക്ഷാ നടത്തിപ്പ് ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആകട്ടെ ആദ്യം പ്രശ്നത്തെ ലഘൂകരിച്ചു കാട്ടുന്നതിനാണ് ശ്രമിച്ചത്. വളരെ വൈകി പ്രതിഷേധങ്ങൾ കടുത്തപ്പോഴാണ് അദ്ദേഹം പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുകയും വീഴ്ച സമ്മതിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കയിൽ പങ്കുചേരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുന്നില്ലെന്നത് ദുരൂഹമാണ്. ഇത് പരിഷ്കാരമെന്ന പേരിൽ മോഡി സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മറ്റൊരു നടപടി കൂടി പൊളിഞ്ഞടുങ്ങിയതിന്റെ തെളിവുകളാണ്. പക്ഷേ അതിലൂടെ വിദ്യാഭ്യാസ കച്ചവടക്കാർ, കോച്ചിംഗ് സെന്ററുകൾ തുടങ്ങിയവരടങ്ങുന്ന ലോബി വൻതുക കൈക്കലാക്കുന്നുണ്ടെന്ന വസ്തുതയും പിടിയിലാകുന്ന ചെറുമീനുകളിൽ BJP ബന്ധമുള്ള ചിലർ ഉൾപ്പെടുന്നതും ഈ പരിഷ്കരണം അവരെ സഹായിക്കുന്നതിനായിരുന്നു എന്ന സംശയവും സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പാവനമെന്ന് കരുതുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പരീക്ഷകൾ തട്ടിപ്പുകാർക്കും മാഫിയകൾക്കും വിട്ടു നൽകിയതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അഭിമാനബോധം തെല്ലെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനമൊഴിയുകയാണ് വേണ്ടത്.